ഈ ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് സർവീസിൽ നിന്ന് പിരിച്ചുവിടുമോ? ഒരു ചോദ്യം ചോദിച്ചതേ പ്രതിപക്ഷ നേതാവിന് ഓർമ്മയുള്ളൂ. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിലായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുണ്ട്, കണക്കുകൾ വെച്ച് എണ്ണി പറഞ്ഞ മറുപടി. കേൾക്കാം നമുക്ക് ആ വാക്കുകൾ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ആ ചോദ്യം ചോദിച്ചു, ഞാനത് കേട്ടിരിക്കുകയല്ലേ, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ടായ സംശയം ഞങ്ങള് ഈ കുറ്റം ചെയ്താല് ആ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സാർ, അവിടെയാണ് വ്യത്യാസം. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ നോക്കണം, ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റുക. കേരളത്തിലെ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക. അപ്പോൾ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കുമോ? ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്? എന്നാൽ 2024 ഒക്ടോബർ വരെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ തീർന്നില്ല. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ, വിവിധ ഔദ്യോഗിക ഏജൻസികൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത്. സർ, ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ്. ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിൻ്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ കേരളം പോലീസും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അഴിമതി ഏറ്റവും കുറഞ്ഞു എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അതിൻ്റെ അർത്ഥം അഴിമതി തീരെ ഇല്ലാതായി എന്നാണോ? ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് കേരള പോലീസിന്റെ ആകെ മികവിന് ഇടിവായിട്ട് വരുമോ? അയാളെ മേലെ കർക്കശമായ നടപടി എടുക്കണം. ആ കർക്കശ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും. ഇത് തന്നെയാണ്
ഓരോ കാര്യത്തിലും സംഭവിക്കുന്നത്. നിങ്ങളെ കാണേണ്ടത് തല്ലിച്ചതക്കാനും വെടിവെച്ച് കൊല്ലാനുമുള്ള ഒരു സേനയാണ് പോലീസ് എന്ന ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്തത്. അതേയല്ല ഞങ്ങളുടെ രീതി. അതുകൊണ്ടാണ് കോവിഡ് കാലത്തൊക്കെ രോഗവ്യാപനം വന്നേക്കാമെന്ന് പല മുന്നറിയിപ്പുകളുണ്ടായിട്ടും സ്വയം സമർപ്പിച്ച് വിശ്രമരഹിതമായി ആ കാലത്ത് ഇടപെടുന്ന പോലീസ് സേനയെ കാണാൻ നമുക്ക് കഴിഞ്ഞു. ചൂരൽമലയിൽ നമ്മൾ കണ്ടില്ലേ എത്ര നല്ല ഇടപെടലാണ് മറ്റ് സേനകളോടൊപ്പം തന്നെ പോലീസ് സേനയുടെ ഭാഗത്തും ഉണ്ടായത്. അപ്പോ ജനങ്ങളുടെ ശത്രുക്കളായി പോലീസിനെ മാറ്റുന്ന പഴയ സംസ്കാരത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു സംസ്കാരം, ഒരു ജനോന്മുഖ ഭാവം നമ്മുടെ പോലീസിന് വന്നിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അതിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. നമ്മുടെ കുന്നംകുളം, എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായി എന്നാരോപിച്ചുകൊണ്ട് തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് 2023 ഏപ്രിൽ 12 പരാതി നൽകിയിരുന്നു. പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തിയ തൃശ്ശൂർ സിറ്റി DCRB അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർക്ക് പുറമെ 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ 2023 ഏപ്രിൽ 22 സ്ഥലം മാറ്റുകയുണ്ടായി. തുടർന്നാണ് ആരോപണ വിധേയർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തിയത്. പോലീസ് സബ് ഇൻസ്പെക്ടർ അടക്കം 3 പേരുടെ വാർഷിക വേതന വർധനവ് 2 വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട കോടതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു.